ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ്. അയോധ്യയിലും വാരണാസിയിലും സന്യാസിമാർ അടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ശക്തമായ പ്രതിഷേധമുയരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരിലുണ്ടായ വംശഹത്യ ആവർത്തിക്കുമെന്ന ഭയത്തിലാണ് ഹൈന്ദവ വിശ്വാസികൾ. ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് രാമനഗരിയായ അയോധ്യയിലും വാരണാസിയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അയോധ്യയിലെ സന്യാസി വര്യന്മാർ അടക്കം ഹിന്ദുക്കൾക്കായി നിലകൊള്ളുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷം ഇപ്പോൾ ഭീഷണിയിലാണ്. ക്ഷേത്രങ്ങളും മഠങ്ങളും സുരക്ഷിതമല്ല. രാത്രിയിൽ അവർ കാവൽ നിൽക്കുന്നു. അവരുടെ പെൺമക്കളും സുരക്ഷിതരല്ല. BJP നേതാവ് പണ്ഡിറ്റ് സുനിൽ ഭരാല പറയുന്നു. ഇത് തുടർന്നാൽ ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് ലണ്ടനിലെ പാർലമെന്റിന്റെയും വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിലും പ്രതിഷേധം നടന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഹിന്ദു നേതാക്കളോടൊപ്പം ധാക്കയിലെ ധഗേശ്വരി ദേശീയ ക്ഷേത്രം സന്ദർശിച്ചു. മതസൗഹാർദ്ദം വളർത്തിയെടുക്കാനും മതം നോക്കാതെ രാജ്യം എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണെന്നും എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ടെന്നും വ്യക്തമാക്കാനാണ് ക്ഷേത്രത്തിലെത്തിയതെന്നാണ് അവർ പറയുന്നത്. ഹിന്ദു വംശഹത്യ അതിന്റെ ഏതർത്ഥത്തിലും വലിയ രീതിയിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.